വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഐഷു ബ്ലോഗർ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടിലെ സ്വന്തം ബീച്ചായ ബട്ടൂർ ബീച്ചിലാണ്. അപ്പോൾ നമ്മൾ മോർണിംഗാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മോർണിംഗിലെ വിശേഷങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. പിന്നെ ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ടുള്ള ഒരുപാട് സ്പോട്ടുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇരുന്ന് കടൽ കാണാനും കടൽ കാഴ്ചകൾ കാണാനുള്ള നല്ല നല്ല സ്പോട്ടുകൾ ഇവിടെ ഉണ്ട്. അപ്പം കമോൺ. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ രാവിലെ ആയതുകൊണ്ട് ഓടാനും പിന്നെ കളിക്കാനായിട്ട് വന്നവരാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. പിന്നെ ഒരു വൈകുന്നേരങ്ങളിലാണ് ഇവിടെ അധികം ആൾക്കാരുണ്ടാവുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കല്ലുകൊണ്ടുള്ള ഒരുപാട് ഡെക്കറേഷനുകൾ ഇവിടെ ഇത് കരിങ്കല്ല് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല കിടിലൻ സ്പോട്ടാണ് ഇവിടെ ഉള്ളത്. പിന്നെ കടലിൻ്റെ തന്നെ നല്ലൊരു വ്യൂ ആണ് പിന്നെ കാണുന്നത്. അപ്പോൾ കണ്ടില്ലേ, നല്ല വിശാലമായൊരു ബീച്ച് ഏരിയയാണ് ഈ ബട്ടൂർ ബീച്ച് ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനും വൈകുന്നേരങ്ങളെ ഇടവേളകൾ സന്തോഷകരമാക്കാനൊക്കെ നല്ല എന്താ പറയുക ഒരു ഫ്രീ ആയിട്ടുള്ളൊരു പ്ലേസാണ് ഇവിടെ. ഈ ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇരിക്കാനുള്ള, അതായത് സിറ്റിങ്ങിനുള്ള ഈ പ്ലേസ് തന്നെയാണ്. അപ്പോൾ കണ്ടിട്ടില്ലേ, എല്ലാ ഭാഗത്തും സിറ്റിങ്ങിനുള്ള നല്ല എന്താ പറയുക നല്ല വൃത്തിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ രാവിലത്തെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ നല്ല പക്ഷികളുടെ നല്ലൊരു സൗണ്ട്, ആ ഒരു വൈബ് മൂഡ് തന്നെ ഇവിടെ നല്ലൊരു നമുക്ക് എന്താ പറയുക മോർണിംഗ് നല്ലൊരു ഉഷാറാവണമെങ്കിൽ ഈ ഒരു ബീച്ചിൽ വന്നാൽ മതി. കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഒരു നെക്സ്റ്റ് ഓപ്പോസിറ്റായുള്ള സ്വിമ്മിംഗ് പൂളാണ്. നമുക്ക് കാണാം ഇവിടുത്തെ കാഴ്ച. നമ്മുടെ ബട്ടൂർ ബീച്ചിൽ വന്നാൽ മറ്റൊരു കാഴ്ചയാണ് ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഈ പിക്ചർ എന്ന് പറഞ്ഞാൽ കോഴിക്കോടിലെ ഹിസ്റ്ററി മുഴുവനും ഈ പിക്ചറിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ സ്വന്തം ക്രിസ്ത്യൻ പള്ളി, പിന്നെ നമ്മുടെ തളിക്ഷേത്രം, കുറ്റിച്ചിറ പള്ളി, ഇതൊക്കെ ഈ പിക്ചറിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ പിക്ചറിലൂടെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി എന്ന് വെച്ചാൽ എല്ലാവരെയും ഒരു കുടക്ക് കൊണ്ടുവരിക എന്നൊരു ആശയത്തോടെയാണ് ഈ ഒരു പിക്ചർ നമുക്ക് ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് വരുമ്പോൾ കോഴിക്കോട് വരുമ്പോൾ ബട്ടൂർ ബീച്ച് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനും ആസ്വദിക്കാനും നമ്മുടെ സ്വന്തം എന്താ പറയുക കടൽ കാഴ്ചകൾ ഇവിടെ നിന്ന് നല്ല മനോഹരമായ രീതിയിൽ കാണാനും നമുക്ക് സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ. കോഴിക്കോട് വരുമ്പോൾ എല്ലാവരും എല്ലാ ബീച്ചും വിസിറ്റ് ചെയ്യണം. ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സ്വന്തം ബട്ടൂർ ബീച്ചും വിസിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബൈ.